വലിയമ്പലമ്മേ വലിയമ്പലമ്മേ. എന്താ മനുഷ്യ? നമുക്കിത്തിരി അപ്പം ചുട്ടാലോ? ഓ, ഒന്നങ്ങട് ഒന്നങ്കട്. ഇതാപ്പാ നന്നായേ. എന്റെ 4 നിങ്ങളുടെ 5. അരി കൊടുത്തത് ഞാനാ. അത് പറ്റില്ല. ശർക്കര കൊണ്ടുവന്നത് ഞാനാ. എനിക്ക് 5 വേണം. തേങ്ങ ചിരകിയത് ഞാനാ. വിറക് കത്തിച്ചത് ഞാനാ. വിറക് വെട്ടിയത് ഞാനാ. ഇങ്ങനെ ആയാൽ പറ്റില്ലാലോ. കാര്യത്തിനൊരു തീരുമാനം വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിണ്ടാണ്ടിരിക്കാം. ആരാദ്യം മിണ്ടിച്ച അത് തോറ്റു. തോറ്റവർക്ക് 4 അപ്പം, ജയിച്ചവർക്ക് 5 അപ്പം. ഓ ശരി. അപ്പോഴാണ് പാല് കൊണ്ടുവരുന്ന ചെക്കൻ വന്നത്. ഇടംബരച്ചോ പാൽ. വലിയമ്പലമ്മേ എവിടെ പോയി കിടക്കുക? നോക്കുമ്പോണ്ട് 2 പേരും അങ്ങനെ മലന്നടിച്ച് കിടക്കണു. ഇടംബരച്ചോ ഇടംബരച്ചോ. വെളിയമ്പരമ്മേ വെളിയമ്പരമ്മേ. ദൈവമേ, പോയോ? അയ്യോ, ഓടി വരണേ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും മനുഷ്യന്റെ ഒരു കാര്യം അസുഖരൊക്കെ ഓടിക്കൂടി. ഇനി ഇടംബരച്ചനെ കുഴിയിൽ ഇറക്കുക. ഓ, അല്ല, ഇടംബരച്ചന്റെ കാലം മടങ്ങിയിട്ടാണല്ലോ. അതിനെന്താ കുഴപ്പം? ഒരു പണിയില്ലല്ലോ. അയ്യോ, ജയിച്ചേ ജയിച്ചേ. എനിക്ക് 5 അപ്പം വേണം. 4 അപ്പം. മരിച്ചോറ് എനിക്ക് വരെ. അടുക്കളയിൽ എത്തിയപ്പോഴോ അപ്പ കൊട്ട നക്കിയും തുടച്ചും ഒരു പൂച്ച അങ്ങനെ നിൽക്കണു.